അത്യുന്നതന്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവനും സർവശക്തന്റെ തണലിൽ കഴിയുന്നവനും കർത്താവിനോട് എൻ്റെ സങ്കേതവും എൻ്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവമെന്ന് പറയും. അവിടുന്ന് നിന്നെ വേടന്റെ കെണിയിൽ നിന്നും മാരകമായ മഹാമാരിയിൽ നിന്നും രക്ഷിക്കും. തന്റെ തൂവലുകൾ കൊണ്ട് അവിടുന്ന് നിന്നെ മറച്ചുകൊള്ളും. അവിടുത്തെ ചിറകുകളുടെ കീഴിൽ നിനക്ക് അഭയം ലഭിക്കും. അവിടുത്തെ വിശ്വസ്തത നിനക്ക് കവചവും പരിചയമായിരിക്കും. രാത്രിയിലെ ഭീകരതയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും നീ ഭയപ്പെടേണ്ട. ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരെയും നട്ടുച്ചയ്ക്ക് വരുന്ന വിനാശത്തെയും നീ പേടിക്കേണ്ട. നിന്റെ പാർശ്വങ്ങൾ 1000 മരിച്ചു വീണേക്കാം, നിന്റെ വലതുവശത്ത് 10,000 എങ്കിലും നിനക്കൊരു അനർത്ഥം സംഭവിക്കുകയില്ല. ദുഷ്ടരുടെ പ്രതിഫലം നിന്റെ കണ്ണുകൾ കൊണ്ട് തന്നെ നീ കാണും. നീ കർത്താവിൽ ആശ്രയിച്ചു, അത്യുന്നതനിൽ നീ വാസമുറപ്പിച്ചു. നിനക്കൊരു തിന്മയും ഭവിക്കുകയില്ല, ഒരർത്ഥവും നിന്റെ കൂടാരത്തെ സമീപിക്കുകയില്ല. നിന്റെ വഴികളിൽ നിന്നെ കാത്തുപാലിക്കാൻ അവിടുന്ന് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. സിംഹത്തിന്റെ മണലുടെ മേൽ നീ ചവിട്ടി നടക്കും, യുവസിംഹത്തെയും സർപ്പത്തെയും നീ ചവിട്ടി മെതിക്കും. അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടുനിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും. അവൻ എൻ്റെ നാമം അറിയുന്നത് കൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കും. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരമരുളും. അവന്റെ കഷ്ടതയിൽ ഞാൻ അവനോട് ചേർന്ന് നിൽക്കും. ഞാൻ അവനെ മോചിപ്പിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യും. ദീർഘായുസ് നൽകി ഞാൻ അവനെ സംതൃപ്തനാക്കും. എൻ്റെ രക്ഷ ഞാൻ അവന് കാണിച്ചു കൊടുക്കും. എൻ്റെ ഈ വചനം ഹൃദയത്തിലും മനസ്സിലും സൂക്ഷിക്കുവിൻ. നിയമാവർത്തനം 11:18. ദൈവവചനത്തിന് കാതോർക്കുന്നവരാണ് ദൈവവിശ്വാസികൾ. ദൈവവചനത്തിലൂടെയാണ് ദൈവം മനുഷ്യനോട് സംസാരിക്കുന്നതും. എന്നാൽ കാലാനുസൃതമായി വന്ന മാറ്റങ്ങൾ ദൈവവചന പാരായണത്തിലും നിരവധി മാറ്റങ്ങളാണ് വരുത്തിയിരിക്കുന്നത്. കാലത്തിനനുസരിച്ച് ഓൺലൈൻ രീതികളിലും ദൈവവചനം വായിക്കുവാൻ തുടങ്ങി. ഇതനുസരിച്ച് ദൈവവചന പാരായണത്തിലും മാറ്റങ്ങൾ കൊണ്ടുവന്നിരിക്കുകയാണ് കാഞ്ഞിരപ്പള്ളി സെന്റ് ഡൊമിനിക്സ് കത്തീഡ്രൽ ദേവാലയത്തിലെ മതാധ്യാപകരും കുട്ടികളും. ബൈബിൾ ആപ്പ് എന്നൊരു ആപ്പ് ഉപയോഗിച്ചാണ് ഇവർ ദൈവവചനം വായിക്കുന്നത്. ദൈവവചനം ഫലപ്രദമായ രീതിയിൽ കുട്ടികളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സെന്റ് ഡൊമിനിക്സ് കത്തീഡ്രൽ ദേവാലയം ഈ ഒരാശയം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ബൈബിളോൺ എന്ന് പറഞ്ഞ ആപ്പ് ചെയ്യാനായിട്ട് ഈശോ എനിക്കൊരു അവസരം തന്നു. ഞാനും ഫാദർ ജോസൂട്ടി, സലേഷൻ കോൺഗ്രിഗേഷൻ അംഗമായ ഫാദർ ജോസൂട്ടി അച്ഛനും കൂടെ ചേർന്നാണ് ഈ ബൈബിളോൺ ആപ്പ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത്. അത് കർത്താവ് അത് പ്രത്യേക രീതിയിൽ അതിനെ ലോകം മുഴുവൻ ഇപ്പോൾ എത്തിച്ചു. ഏകദേശം 190ഓളം രാജ്യങ്ങളിൽ ലക്ഷക്കണക്കിന് ആൾക്കാർ ഇപ്പം ബൈബിളോൺ വചനം കേൾക്കുവാനായിട്ടും വായിക്കുവാനായിട്ടും എല്ലാം യൂസ് ചെയ്യുന്നു. അതിന് ഈശോയ്ക്ക് ഒത്തിരി നന്ദി പറയുന്നു. വിശ്വാസം കേൾവിയിൽ നിന്നും, കേൾവി യേശു ക്രിസ്തുവിനെക്കുറിച്ചുള്ള പ്രസംഗത്തിൽ നിന്നുമാണ്. അപ്പോൾ ആ ഈശോയുടെ വചനം ആൾക്കാർക്ക് വായിക്കാൻ അറിയാമെങ്കിലും ഇല്ലെങ്കിലും, യാത്ര ചെയ്യുവാണെങ്കിലും സമയമുണ്ടെങ്കിലും ഇല്ലെങ്കിലും എല്ലാം ഈശോയുടെ വചനം ആൾക്കാർക്ക് കേൾക്കുവാനായിട്ടുള്ള ഒരു വലിയ സംവിധാനമായി ഈശോ അതിനെ വളർത്തിക്കൊണ്ടിരിക്കുന്നു. പരസ്യങ്ങളില്ല എന്നുള്ളതാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും വലിയ ഒരു പ്രത്യേകത. പരസ്യങ്ങളില്ല, വേറെ ഒരു രീതിയിലുമുള്ള ഒരു റവന്യൂ മോഡലില്ല ഇതിൻ്റെ അകത്ത്. അപ്പോൾ ആൾക്കാർക്ക് യാത്ര ചെയ്യുന്ന സമയത്ത്, വീട്ടിലായിരിക്കുന്ന സമയത്ത്, കുഞ്ഞുമക്കൾക്ക് ജനിച്ച ഉടനെയുള്ള കുഞ്ഞുങ്ങൾക്ക്, പ്രഗ്നൻ്റ് ആയിരിക്കുന്ന ആൾക്കാർ ഒക്കെ ഈ വചനം, ഈശോയുടെ വചനം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ബൈബിളിലൂടെ കേൾക്കുന്നു. അതറിയാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ കൂടുതലായിട്ട് ഞങ്ങൾക്ക് മനസ്സിലാകുന്നത്, ഏറ്റവും കൂടുതൽ ബൈബിൾ ആപ്പിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ യൂസേജ് വരുന്നത് ആൾക്കാർ ട്രാവൽ ചെയ്യുന്ന സമയത്താണ്. ബൈബിളിനകത്ത് ഞാൻ ശ്രദ്ധിച്ചേക്കുന്ന ഒരു കാര്യം, അതിൻ്റെ അനാലിറ്റിക്സ് ഒക്കെ എടുത്ത് നോക്കുമ്പോൾ ശ്രദ്ധിച്ചേക്കുന്ന ഒരു കാര്യം, രാവിലെ 7 മണി തൊട്ട് 9 മണി വരെയും വൈകുന്നേരം 6 മണി തൊട്ട് അതിന് ശേഷമുള്ള സമയത്താണ് ഏറ്റവും കൂടുതൽ ട്രാഫിക് വരുന്നത്. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ ജോലി കഴിഞ്ഞൊക്കെ ആൾക്കാർ വീട്ടിലോട്ട് യാത്ര ചെയ്യുന്ന സമയത്തൊക്കെ അവർ അൺനെസസറി ആയിട്ടുള്ള യൂട്യൂബിൻ്റെ അകത്തെ വീഡിയോസൊക്കെ കാണാതെ അതിന് പകരമായിട്ട് അവർ ബൈബിളിൻ്റെ അകത്ത് ഈശോയുടെ വചനം വായിക്കുകയും അല്ലെങ്കിൽ കേൾക്കുകയൊക്കെയും ചെയ്യുന്നു. കാറിലൊക്കെ ഉള്ള ഡിവൈസ് ബ്ലൂടൂത്ത് വഴിയൊക്കെ അവർ
കണക്ട് ചെയ്ത് വചനം കേൾക്കുന്നു. അങ്ങനെ ഒത്തിരി ആൾക്കാർ ഇതിലൂടെ വചനം ഈശോയെ കൂടുതൽ മനസ്സിലാക്കുവാനായിട്ടും ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് മനസ്സിലാക്കുവാനായിട്ടും എല്ലാം സാധിക്കുന്നു. ഇനി ബൈബിളിൻ്റെ വേറൊരു പ്രത്യേകത ഞങ്ങൾ കണ്ടേക്കുന്നത് ഹോസ്പിറ്റലുകളിലൊക്കെ ആൾക്കാർ ഇത് പ്ലേ ചെയ്യുന്നുണ്ട്. രോഗികളായിട്ട് കിടക്കുന്നവർ, വീട്ടിൽ രോഗികളായിട്ട് കിടക്കുന്നവർ, അവർക്ക് വേണ്ടി വചനം വീട്ടിൽ ആരെങ്കിലുമൊക്കെ ഓണാക്കി വെച്ച് കൊടുക്കുന്നു ബൈബിളിലൂടെ. അപ്പോൾ അവർക്ക് എഴുതാനും വായിക്കാനും ഒന്നും പറ്റത്തില്ലെങ്കിലും അല്ലെങ്കിൽ ബൈബിൾ കൈ പിടിക്കാനുള്ള സാഹചര്യം ഇല്ലെങ്കിലും വായിക്കാനായിട്ട് സാധിക്കാത്ത അവസരത്തിലുള്ളവരും ഒക്കെ വചനം, ഈശോയുടെ വചനം കേട്ടുകൊണ്ട് ഇരിക്കുന്നു. അത് ഇങ്ങനെ നമുക്കിതിൻ്റെ അകത്ത് ഓട്ടോ പ്ലേ എന്ന് പറഞ്ഞൊരു ഫെസിലിറ്റി ഉണ്ട്. അൺലിമിറ്റഡ് ആയിട്ട് നമുക്കത് ഇട്ട് കഴിഞ്ഞാൽ അത് കണ്ടിന്യൂസ് ആയിട്ട് വചനം ഇങ്ങനെ പ്ലേ ആയിക്കോളും. പിന്നെ ഞങ്ങൾ ഈ ഒരു 3 മാസം മുമ്പ് ലോഞ്ച് ചെയ്തൊരു ഫെസിലിറ്റിയാണ് റീഡിംഗ് പ്ലാൻ, ബൈബിൾ റീഡിംഗ് പ്ലാൻ. അതിപ്പോൾ ഒത്തിരി ആൾക്കാർ ബൈബിൾ റീഡിംഗ് പ്ലാൻ യൂസ് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ഞങ്ങൾ കണ്ടുവരുന്നത് സൺഡേ സ്കൂളുകളിലൊക്കെ ഒത്തിരി കുഞ്ഞുങ്ങൾ, സൺഡേ സ്കൂൾ അധ്യാപകർ അത് റീഡിംഗ് പ്ലാൻ ഉണ്ടാക്കി കുഞ്ഞുങ്ങളെ അതിൻ്റെ അകത്ത് ആഡ് ചെയ്ത് അവരുടെ പേരൻസിന് അതിൻ്റെ ലിങ്ക് അയച്ചു കൊടുത്ത് അപ്പോൾ ആ കുഞ്ഞുങ്ങൾ അതിൻ്റെ അകത്ത് ബൈബിൾ റീഡിംഗ് പ്ലാനുകളിൽ യൂസ് ചെയ്യുന്നു. അതിലൂടെ ഒത്തിരി കുഞ്ഞുങ്ങൾ ലൂക്ക 2:52 പറഞ്ഞ പോലെ യേശു ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിലും വളർന്നു വന്നതുപോലെ കുഞ്ഞുങ്ങൾ ജ്ഞാനത്തിലും പ്രായത്തിലും വളർന്നു വരുവാനായിട്ട് വചനം അവരെ ഒത്തിരി സഹായിക്കുന്നു. എൻ്റെ മകളാണെങ്കിൽ പോലും അവൾ എല്ലാ ദിവസവും വൈകുന്നേരം, സാറ അവൾ 5ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്, 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞ് വൈകുന്നേരം എല്ലാ ദിവസവും റീഡിംഗ് പ്ലാനിലൂടെ ഒരു അധ്യായം വായിച്ചിട്ടാണ് കിടന്നുറങ്ങുന്നത്. അതിലൂടെ അവൾക്ക് ഒത്തിരി ദൈവാനുഗ്രഹങ്ങൾ ലഭിക്കുന്നതായിട്ട് ഇപ്പം കണ്ടുവരുന്നു. അതുപോലെ ലോകം മുഴുവനുള്ള കുഞ്ഞുങ്ങൾ ഈ റീഡിംഗ് പ്ലാനുകൾ യൂസ് ചെയ്ത് ഈശോയെ കൂടുതൽ മനസ്സിലാക്കുവാനായിട്ട്, ഈശോയുടെ സ്നേഹത്തെക്കുറിച്ച് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കട്ടെ. ഈശോ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ബൈബിൾ ആപ്പിന് പിന്നിൽ പ്രവർത്തിച്ച എലോയിറ്റ് ഇന്നോവേഷൻ്റെ ഡയറക്ടറാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്, എബിൻ തോമസ് സാർ. നമസ്കാരം. നമസ്കാരം. എന്താണ് ഈ ഒരു ബൈബിൾ ആപ്പിലോട്ട് വരാനുള്ള കാരണം? എന്താണ് ഈ ബൈബിൾ ആപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ബൈബിൾ ആപ്പിലേക്ക് വരാനുള്ള കാരണം പറയുമ്പോൾ ഞാൻ ആദ്യമേ ഞങ്ങളുടെ കമ്പനിയെക്കുറിച്ച് പറയണം. എലോയിറ്റ് ഇന്നോവേഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നുള്ള കമ്പനിയാണ് ഈ ബൈബിൾ ആപ്പിന് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഇതിലേക്ക് ഞങ്ങൾ എത്തിച്ചേർന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞങ്ങൾ കൂടുതലും സ്കൂളുകൾക്ക് വേണ്ടിയുള്ള പ്രൊഡക്റ്റുകളാണ്, സ്കൂളുകൾക്ക് വേണ്ടിയുള്ള സോഫ്റ്റ്വെയർസ്, അവർക്കുള്ള വെബ്സൈറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഞങ്ങൾ സ്കൂളിലായിട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ആസാമിൽ ടിസിറ്റ് എന്ന് പറയുന്ന ഒരു ചെറിയ ഗ്രാമത്തിൽ അവിടെ ഒരു സ്കൂളിലെ പ്രിൻസിപ്പളായിട്ടിരുന്ന ജോസൂട്ടി മടത്തിപ്പറമ്പിൽ അച്ഛൻ്റെ സ്കൂളിൽ ഞങ്ങളുടെ സോഫ്റ്റ്വെയർ ഉപയോഗിക്കുകയും അച്ഛൻ അത് കണ്ട് ഇഷ്ടപ്പെട്ട് അച്ഛൻ ഞങ്ങളുടെ അടുത്തേക്ക് വരികയും അച്ഛൻ അവിടെ ഒത്തിരിയേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ അവിടുത്തെ ഭാഷകളിൽ നമ്മുടെ ഇവിടെയുള്ള ബൈബിള്, അതുപോലെ കൂടുതൽ കുറേ പ്രാർത്ഥനകൾ, ഇതൊക്കെ അങ്ങോട്ട് കൺവേർട്ട് ചെയ്ത് അവിടുത്തെ ആൾക്കാരിലേക്ക് എത്തിക്കുന്ന ഒരു പ്രവൃത്തിയായിരുന്നു അച്ഛൻ അവിടെ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അച്ഛൻ ഞങ്ങളുടെ അടുത്ത് വന്ന് അച്ഛൻ ചോദിച്ച ഒരു കാര്യം, അച്ഛൻ നിഷി ഭാഷയിലേക്ക് കൺവേർട്ട് ചെയ്തിരിക്കുന്ന ബൈബിളിനെ എങ്ങനെ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കാൻ വേണ്ടി ഒരു ബൈബിൾ ആപ്പ് നിർമ്മിച്ച് തരുമോ എന്നുള്ളതാണ് അച്ഛൻ ചോദിച്ചിരുന്ന കാര്യം. അങ്ങനെ അച്ഛൻ്റെ ആ ഒരു ആശയത്തോട് ചേർന്നുകൊണ്ട് ഞങ്ങളൊരു ബൈബിൾ ആപ്പ് നിർമ്മിച്ചു. അത് കഴിഞ്ഞ് ഈ ഒരു ബൈബിൾ ആപ്പ് അവിടെ കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോൾ അവിടെ നിന്നുള്ള പല ഭാഷകൾ, അതായത് നോർത്ത് ഈസ്റ്റിൽ ബൈബിള് എല്ലാ ഭാഷകളിലും അവൈലബിൾ അല്ല. അപ്പോൾ അവിടെയൊക്കെ നമ്മുടെ ഇവിടുന്ന് പോയിരിക്കുന്ന അല്ലെങ്കിൽ അവിടെയുള്ള സലേഷൻ അച്ഛന്മാരും ബാക്കി സന്യാസ സമൂഹങ്ങളിൽ നിന്നുള്ള അച്ഛന്മാരൊക്കെ കൺവേർട്ട് ചെയ്തിരിക്കുന്ന ബൈബിളാണ് അവരെല്ലാവരും ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് ഒത്തിരി പേരിലേക്ക് എത്തിക്കാനായിട്ടുള്ള ഒരു മാർഗം നമ്മൾ ഈ ഒരു ബൈബിൾ ആപ്പ് ക്രിയേറ്റ് ചെയ്തപ്പോൾ ബൈബിൾ ആപ്പിൽ നിന്ന് അതിൽ കൂടെ ഒത്തിരി പേരിലേക്ക് എത്തിക്കാമെന്ന് അവർ കണ്ടു. അതുകൊണ്ട് തന്നെ കൂടുതൽ ഭാഷകൾ ഇതിലേക്ക് ചേർക്കാമെന്ന് ഒത്തിരി പലയിടത്തുനിന്ന് ഞങ്ങൾക്ക് റിക്വസ്റ്റുകൾ വന്നു. ആ ഒരു റിക്വസ്റ്റുകളുടെ ഭാഗമായിട്ടാണ് ഇന്ന് ഇത്രയും ആൾക്കാർക്ക് ഉപയോഗിക്കാവുന്ന രീതിയിൽ, അതായത് ഒരു കോടി ആൾക്കാർ ഉപയോഗിച്ചാലും ഒരു സുഖമായിട്ട് വായിക്കാനും കേൾക്കാനും പറ്റുന്ന രീതിയിലുള്ള ആർക്കിടെക്ചറാണ് ഈ ഒരു ബൈബിൾ ആപ്പിന് വേണ്ടി നിർമ്മിച്ചിരിക്കുന്നത്. ഈ ഒരു ബൈബിൾ ആപ്പ് നിങ്ങൾ എങ്ങനെയാണ് ഇതിനെക്കുറിച്ച് അറിയുന്നത്? എങ്ങനെയാണ് ഇത് ഒരു കംഫർട്ടബിൾ ആയിട്ട് തോന്നി തുടങ്ങിയത്? സാധാരണ വായിക്കുന്നത് നമ്മൾ ബൈബിൾ പുസ്തകമായിട്ട് രൂപത്തിലാണ് വായിക്കുന്നത്. പക്ഷേ ഈ ഒരു ആപ്പ് നമുക്ക് അവൈലബിൾ ആയപ്പോൾ എന്ത് മാറ്റമാണ് വന്നത്?
ആപ്പിനെക്കുറിച്ച് ഇവരുടെ അധ്യാപകർ തന്നെയാണ് പറഞ്ഞത്, ഇൻസ്റ്റാൾ ചെയ്യാനൊക്കെ പറഞ്ഞു. അപ്പോൾ ആദ്യത്തെ ഒരാഴ്ച ഇൻസ്റ്റാൾ ചെയ്തില്ലായിരുന്നു. അപ്പം വീണ്ടും സാറ് മെസ്സേജ് ഇട്ടു എല്ലാവരും ഇൻസ്റ്റാൾ ചെയ്യണമെന്നൊക്കെ പറഞ്ഞ്. അങ്ങനെ മെസ്സേജ് ഇട്ട് കഴിഞ്ഞപ്പോഴാണ് ഇത് ചെയ്ത് നോക്കിയത്. അപ്പോൾ ആദ്യത്തെ 2-3 ദിവസം ഞാനും ചിലപ്പോൾ മറന്നു പോയിരുന്നു. അപ്പോൾ ഒരാഴ്ചയൊക്കെ സാറിങ്ങനെ അപ്ഡേറ്റ് ചെയ്തോ എന്നൊക്കെ ചോദിക്കുമ്പം അതങ്ങനെ ചെയ്യാൻ തുടങ്ങി. അങ്ങനെയാണ് ഇത് വായിക്കാൻ തുടങ്ങി. ഇപ്പോൾ ഓരോ അധ്യായം വെച്ചേ വായിച്ചുള്ളൂ. കൊച്ചി ചിലപ്പോൾ ഓഡിയോ ആയിട്ട് കേൾക്കും, ബാക്കി രണ്ടുപേരും അത് വായിക്കുകയും ചെയ്തു. ഇവർ വായിക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി കയറി നോക്കി ഞാനും അത് റെഗുലറായിട്ട് വായിക്കാൻ തുടങ്ങിയത്. എല്ലാ ദിവസവും ബൈബിൾ വായിക്കാറുണ്ടോ? ആ. ഈ ഒരു ബൈബിൾ ആപ്പ് വന്നതിന് ശേഷമാണോ കൂടുതൽ വായിക്കാൻ തുടങ്ങിയത്, അതോ അതിനു മുമ്പേ ബൈബിൾ വായിക്കും? അതിനു മുമ്പ് എൻ്റെ അതിർമാൻ്റെ സമയത്ത് കുട്ടികളുടെ ബൈബിൾ എന്ന് പറയുന്ന ഒരു ബൈബിൾ കിട്ടിയായിരുന്നു. അത് വായിച്ച് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് സൺഡേ സ്കൂളിലൊക്കെ പിന്നെ പുസ്തകം വായിക്കുന്നത് ഈ ഒരു ബൈബിളിൻ്റെ അകത്തുള്ള ഭാഗങ്ങൾ തന്നെയാണ് പുസ്തകത്തിൽ വരുന്നത്. അങ്ങനെ അത് അന്ന് വായിച്ചുകൊണ്ട് വീണ്ടും വീണ്ടും വായിക്കാനൊരു ഉത്സാഹം ഉണ്ടായിരുന്നു. പക്ഷെ പുതിയ നിയമം തൊട്ട് വായിക്കണം എന്നുള്ളൊരു ആഗ്രഹമായിരുന്നു. പക്ഷേ ഈ ബൈബിളിൻ്റെ വലിപ്പം നമുക്ക് എപ്പോഴും തുടങ്ങിക്കഴിഞ്ഞാൽ പകുതിയാകുമ്പോൾ നിർത്തിപ്പോവും. പിന്നെ ഈ ബൈബിൾ ഓൺ എന്ന് പറയുന്ന ആപ്പ് വെച്ച് ബേബിച്ചൻ സാറ് കുറേ പറഞ്ഞു ചെയ്യണം. അങ്ങനെ ചെയ്ത് ഇങ്ങനെ ഒരു വീണ്ടും ആദ്യം തൊട്ട് ഒന്നോടെ തുടങ്ങി ഈ പുതിയ നിയമം മൊത്തം വായിക്കാൻ പറ്റുന്നുണ്ട്. മോന് എല്ലാ ദിവസവും ബൈബിൾ വായിക്കാറുണ്ടോ? ഏത് ആപ്പിലൂടെയാണ്? പുസ്തകമാണോ വായിക്കുന്നത് അതോ ബൈബിൾ ആപ്പിലൂടെയാണോ വായിക്കുന്നത്? ബൈബിൾ ആപ്പിലൂടെയാണോ വായിക്കുന്നത്? എല്ലാ ദിവസവും കുരിശുവര കഴിഞ്ഞിട്ട് 3 പേരും ബൈബിൾ ഭാഗങ്ങൾ മാറി മാറി വായിക്കും. സങ്കീർത്തനവും വായിക്കും, സുവിശേഷ ഭാഗങ്ങളും വായിക്കും. അത് കഴിഞ്ഞിട്ട് ഫോണിൽ ബൈബിൾ വായിക്കും. അപ്പോൾ എല്ലാ ദിവസവും ഒരു കൃത്യമായ ടൈം ടേബിൾ ഉണ്ടോ ഈ ഒരു നമ്മളെ ബൈബിൾ ഓൺ ആപ്പിലൂടെ വായിക്കാൻ വേണ്ടി? ഞങ്ങൾ 7:30-ക്കാണ് കുരിശുവരയ്ക്കാനിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് കുരിശുവര തീരുന്ന സമയത്ത് ബൈബിൾ വായിക്കും. ചേട്ടാ, നമ്മളെ സാധാരണ എല്ലാവരും പുസ്തകത്തിലൂടെയാണ് വായിക്കുന്നത്, പുസ്തക രൂപത്തിലാണ് വിശുദ്ധ ബൈബിൾ വായിക്കുക. പക്ഷേ ഈ ഒരു മാറ്റം ബൈബിൾ ഓൺ ആപ്പിലൂടെ വന്നപ്പം എന്താണ് തോന്നുന്നത്? ഫോണ് ഇപ്പോൾ ഇവരെടുക്കുമ്പോൾ നമ്മളെ അറിയത്തില്ല. അപ്പോൾ ഫോൺ ദുരുപയോഗം ചെയ്യാനായിട്ട് സാധ്യതയേറിയതാണ്. പക്ഷേ ഈ ബൈബിൾ ആപ്പ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇവർക്ക് ബൈബിളിനോട് കൂടുതൽ ഒരു അറ്റാച്ച്മെൻറ്റ് കൂടുതലുണ്ടാകുന്നു. അവരത് വായിക്കുന്നു. വായിച്ചില്ലെങ്കിൽ ഇവിടെ അച്ഛന്മാർ നോക്കും, സാറന്മാർ നോക്കും എന്നുള്ളൊരിതുകൊണ്ട് ഇവർ ഒരു ദിവസം വായിച്ചില്ല പിറ്റേ ദിവസം അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് ആ ഒരാഴ്ചത്തെ ഫുള്ള് അവർ അത് കംപ്ലീറ്റ് ചെയ്ത് സാറന്മാർ നോക്കുന്നതുകൊണ്ട് അത് ഇവർക്ക് എളുപ്പമാണ്. വായിക്കുന്നതിനെല്ലാം നല്ല രീതിയിൽ അവർ വായിക്കുന്നു. ബൈബിൾ വായിക്കാൻ തുടങ്ങിയതിന് ശേഷം ജീവിതത്തിലൊക്കെ എങ്ങനെയായിരുന്നു ഒരു അനുഭവം? പഠനത്തിലൊക്കെ ആണെങ്കിലും കൂടുതൽ നന്നായിട്ട് പഠിക്കാൻ സാധിച്ചെന്ന് തോന്നിയിട്ടുണ്ടോ? ഇതിനു മുമ്പ് കൃത്യമായിട്ട് ബൈബിൾ വായിക്കുന്ന രീതിയില്ലായിരുന്നു. ബൈബിൾ തുറക്കുമ്പോൾ ഒരു ഭാഗം കിട്ടും, ആ ഭാഗം വായിക്കും. പക്ഷെ ഇപ്പോൾ കൃത്യമായിട്ട് ബൈബിൾ വായിക്കാൻ പറ്റുന്നുണ്ട്. ബൈബിൾ വായിച്ച ശേഷം നന്നായിട്ട് പഠിക്കാൻ പറ്റുന്നുണ്ട്. അതുപോലെ എൻ്റെ സ്വഭാവ രൂപീകരണത്തിന് ഈ ബൈബിൾ വായന ഒരുപാട് പ്രചോദനമായിട്ടുണ്ട്. ഞാനിപ്പോൾ മനസ്സിലാക്കിയാണ് ബൈബിൾ വായിക്കുന്നത്. എല്ലാ ദിവസവും ഈ ഒരു സമയമാകുമ്പോൾ 7 മണിയാകുമ്പോൾ അത് വായിക്കാനൊരു പ്രോത്സാഹനമായിരുന്നു. ഇതിനു മുമ്പ് അങ്ങനെ കൃത്യമായി ബൈബിൾ വായിച്ചു പോകുന്ന ഇതൊന്നുമില്ലായിരുന്നു. കുടുംബ പ്രാർത്ഥന സമയത്ത് മാത്രം എടുക്കത്തുള്ളായിരുന്നു. ഇതിപ്പോൾ ബൈബിൾ ഓൺ ആപ്പ് വന്നേ പിന്നെ ആ ഒരു സമയത്ത് കൃത്യം ഇത് എടുത്ത് വായിക്കാൻ ഒരു പ്രചോദനമായിരുന്നു. പഠനത്തിലും സ്വഭാവത്തിലും സംസാരത്തിലും ഒക്കെ അതിൻ്റേതായ ഒരു പ്രതിഫലം എനിക്ക് അനുഭവപ്പെട്ടു തുടങ്ങി. മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കുമ്പോഴാണെങ്കിലും ഇതിനെപ്പറ്റി കൂടുതൽ അറിവ് ലഭിച്ചു. ബൈബിളിനെ പറ്റിയും ഈശോയെ പറ്റിയും കൂടുതൽ അറിവ് ലഭിച്ചത് മറ്റുള്ളവർക്ക് നന്നായിട്ട് പറഞ്ഞു കൊടുക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ ഈ ബൈബിൾ ഓൺ ആപ്പിൻ്റെ ഒരു ഉപകാരം എന്ന് പറയുന്നത് നമുക്ക് മാത്രം പഠിക്കാനല്ല, ബാക്കിയുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം, അവരെക്കുറിച്ച് വചനം പഠിപ്പിക്കുക എന്നുള്ളൊരു ഓപ്ഷനുണ്ട്. അങ്ങനെയൊക്കെ ചെയ്യാറുണ്ടോ? അതിൽ പ്രധാനമായിട്ടും ഈ ലിങ്കൊക്കെ വന്നാൽ പിന്നെ സ്കൂളിൽ ഫ്രണ്ട്സിനോടൊക്കെ പറയും. അപ്പം ഇതിൽ മേ ബി നമ്മൾ മറന്നു പോകാമല്ലോ വായിക്കുന്ന കാര്യമൊക്കെ. പക്ഷേ ഇതിൻ്റെ ഒരു ഇത്രയോട് നല്ലൊരു സാധ്യത എന്ന് പറഞ്ഞാൽ നമുക്ക് അലാമൊക്കെ സെറ്റ് ചെയ്യാം. അങ്ങനെ ബൈബിൾ വായിക്കുന്നത് നമുക്ക് നമ്മളെ തന്നെ ഓർമ്മിപ്പിക്കാനായിട്ടൊക്കെ സാധിക്കും. പിന്നെ കൂട്ടുകാരുടെ അടുത്ത് എപ്പോഴും ഷെയർ ചെയ്യാറുണ്ട് ഇതിനെപ്പറ്റി. അതുമാത്രമല്ല അവരിപ്പം ഓരോ കാര്യങ്ങളൊക്കെ പറ്റി പള്ളിയിലെ ഓരോ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുമ്പം ഇങ്ങനെ എന്താ അങ്ങനെ വന്നെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഈ ബൈബിളിൽ അങ്ങനെയൊക്കെ ഉണ്ട് എന്ന് ബൈബിളിൽ നിന്ന് കിട്ടുന്ന ഒരു അറിവ് ഷെയർ ചെയ്യാനായിട്ട് കുറേ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദൈവവചനത്തിലെ കുട്ടികളെ വളർത്തുന്നതിൽ ഏറ്റവും പ്രാധാന്യം വഹിക്കുന്നവരാണ് മതാധ്യാപകർ. നമ്മുടെ കൂടെയുള്ളത് ഈ ഇടവകയിലെ 4ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളെ മതബോധനം പഠിപ്പിക്കുന്ന അധ്യാപികയും സിസ്റ്ററുമാണ്. സിസ്റ്ററെ, ഇവിടെയുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു അനുഗ്രഹമാണ് ഈ ഒരു ബൈബിൾ ഓൺ ആപ്പ് എന്ന് പറയുന്നത്. ദൈവത്തെ കൂടുതൽ മനസ്സിലാക്കാനും ദൈവവചനം കൂടുതൽ മനസ്സിലാക്കാനും ഒക്കെ അവർക്ക് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ആപ്പ് വന്നതിന് ശേഷം അതിന് മുമ്പ് എങ്ങനെയായിരുന്നു? അതെങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു? ഈ ആപ്പിന് മുമ്പ് തന്നെ കുട്ടികൾക്ക് ബൈബിൾ വായന നന്നായിട്ടൊന്നും വായിക്കുന്നൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ആപ്പ് വന്നതിന് ശേഷം കുട്ടികൾക്ക് നന്നായിട്ട് വായിക്കാൻ നല്ല ഹരമാണ് പിള്ളേർ പറയുന്നത്. ഭയങ്കര ഇഷ്ടമാണ്. അവർ പറയുന്നത് വചനം വായിക്കുമ്പോഴും ഒരു പോസിറ്റീവ് എനർജിയാണ് കിട്ടുന്നത്. എപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കാനും പ്രവർത്തിക്കാനും ജീവിതത്തിൻ്റെ മേഖലകളിൽ സ്മൂത്തായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടെന്ന്.
ഈ ആഴ്ചയിൽ കുട്ടികൾ വന്നിട്ട് ഞങ്ങൾ ചോദിച്ചവരോടൊക്കെ പറഞ്ഞു, ഞങ്ങൾ ടീച്ചർമാരെ കാണിക്കാൻ ഞങ്ങൾക്കൊരു ഉത്സാഹമാണ്, ഞങ്ങൾ ഇത്രയും വായിച്ചു, ഒരു ദിവസം പോലും മുടങ്ങിയിട്ടില്ല എന്ന്. അപ്പോൾ കുട്ടികളുടെ ഉള്ളിൽ തന്നെ അവർക്ക് ബൈബിൾ വായിക്കണം എന്നുള്ളൊരു തോന്നൽ വന്നു തുടങ്ങിയിട്ടുണ്ടോ? ഉണ്ട്, നന്നായിട്ടുണ്ട്. കാരണം അവർ പറഞ്ഞറിയോ, നമ്മൾ ഈ പ്രഭാതത്തിൽ രാവിലെ ഒരു ഗ്ലാസ് കാപ്പി കുടിച്ച് ഉന്മേഷരാകും അല്ലേ, ഇതുപോലെ ബൈബിള് ദിവസത്തിൻ്റെ ആരംഭത്തിൽ ബൈബിൾ വായിക്കുന്നത് കൊണ്ട് സന്തോഷത്തോടെ സമാധാനത്തോടെ ഒക്കെ നടക്കാനായിട്ടും കുട്ടികളോട് സ്നേഹത്തോടെ ഇടപെടാനും സാധിക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത്. എൻ്റെ ഓർഡിനേഷന് ശേഷം എന്നെ അരുണാചൽ പ്രദേശിലെ ബുർദൂരി എന്നുള്ള പാരീഷിലാണ് അപ്പോയിൻറ്റ് ചെയ്തത്. അപ്പോൾ അവിടുത്തെ ഭാഷയിൽ അവർക്ക് ബൈബിൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അത് പലർക്കും വായിക്കാൻ അറിയത്തില്ലായിരുന്നു. അപ്പോൾ ഞാൻ അവിടുത്തെ ഭാഷയിൽ കുറച്ച് ബൈബിൾ റെക്കോർഡ് ചെയ്തു. പിന്നെ രണ്ടാമത് അരുണാചൽ പ്രദേശിലെ തന്നെ നിഷി എന്നുള്ളൊരു ഭാഷയിൽ ഞാൻ പുതിയ നിയമം മുഴുവൻ റെക്കോർഡ് ചെയ്തു. അപ്പോൾ അതിൻ്റെ ഒരു ഉപകാരം എനിക്ക് മനസ്സിലായി. പ്രായമായവർ, വായിക്കാൻ അറിയാവുന്നവർ കേൾക്കുന്നു. ഞാൻ ഇത് ഒരു പെൻ ഡ്രൈവിലും സി ഡിയിലൊക്കെ ആക്കിയ ആൾക്കാർക്ക് കൊടുത്തപ്പോൾ അവർ പല രീതിയിൽ ഉപയോഗിക്കുന്നതായിട്ട് ഞാൻ കണ്ടു. ആൾക്കാർ അവരുടെ വെഹിക്കിൾസിൽ, അവരുടെ വാഹനങ്ങളിൽ ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ചില ഇടവാങ്ങൾക്ക് ടാക്സികളുണ്ടായിരുന്നു. അപ്പോൾ ഈ ടാക്സികൾ രാവിലെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവരവരുടെ ടാക്സിയിൽ ഉപയോഗിക്കുന്നതൊക്കെ ആയിട്ട് ഞാൻ കണ്ടു. അങ്ങനെ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ദൈവവചനം സകല ജനങ്ങളുടെ അടുക്കേക്കും, ക്രിസ്ത്യാനികൾ മാത്രമല്ല സകല ജനങ്ങളുടെ അടുക്കേക്കും അവരുടെ സ്വന്തം ഭാഷയിൽ എത്തുന്നത് ഞാൻ കണ്ടു. അതെനിക്ക് ഒത്തിരി സന്തോഷം ഉണ്ടായൊരു കാര്യമാണ്. അതുപോലെ തന്നെ അവർക്ക് നമ്മൾ ഇവിടെ പാന വായിക്കുന്നത് പോലെ മരണശേഷം പാനയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. അപ്പം ചിലവരൊക്കെ ഈ ബൈബിള് ഒരു മരിച്ച വീട്ടിലൊക്കെ ഉപയോഗിക്കുന്നതായിട്ട് കണ്ടു. അപ്പം അങ്ങനെ പല രീതിയിൽ ആൾക്കാർ അവരുടേതായ ക്രിയേറ്റിവിറ്റി ഉപയോഗിച്ചുകൊണ്ട് അവരുടെ രീതിയിൽ ഈ ഞങ്ങളുടെ ഈ റെക്കോർഡിങ് ഉപയോഗിക്കുന്നതായിട്ട് കണ്ടു. അതുപോലെ തന്നെ സ്റ്റുഡൻസിന് ബൈബിൾ വായിക്കാനും അവർക്ക് പ്രാക്ടീസ് ചെയ്യാനും, അവരിത് കേട്ടുകൊണ്ട് ബൈബിൾ വായിക്കുന്നത് പ്രാക്ടീസ് ചെയ്യും. ലോകത്തിലെ പല ഭാഗങ്ങളിലും നമുക്ക് ബൈബിൾ കൊണ്ടുപോകാനായിട്ട് സാധിക്കത്തില്ല. അതുപോലെ തന്നെ ലോകത്തിലെ പല സ്ഥലങ്ങളിലും ഒരു പ്രിൻ്റഡ് ബൈബിൾ, ഒരു ബുക്ക് ഫോമിലുള്ള ബൈബിള് എത്തിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. ആഫ്രിക്കയിലൊക്കെ ചില രാജ്യങ്ങളിൽ ബൈബിള് പുറത്തുള്ള രാജ്യങ്ങളിൽ, ചൈനയിൽ നിന്നോ അല്ലെങ്കിൽ യൂറോപ്പിൽ നിന്നൊക്കെ പ്രിൻ്റ് ചെയ്ത് കൊണ്ടുപോയി അവർക്കൊരു ബൈബിൾ മേടിക്കണമെങ്കിൽ അവർ ഒരു മാസത്തെ ശമ്പളം ചിലപ്പം തികയത്തില്ല ഒരു ബൈബിൾ മേടിക്കാനായിട്ട്. അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ഇന്നത്തെ കാലത്ത് എല്ലാവരുടെയും തന്നെ മൊബൈലുണ്ട്, നെറ്റ്വർക്ക് ഉണ്ട്. അപ്പോൾ ആൾക്കാർക്ക് വളരെ ഈസി ആയിട്ട് ഈ ബൈബിൾ വായിക്കുവാനും അല്ലെങ്കിൽ അവർക്ക് ബൈബിൾ ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ബൈബിൾ വായിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക്, പ്രായമായവർക്കൊക്കെ, പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള രാജ്യങ്ങളിൽ പല ഭാഷകളിലും, ട്രൈബൽ ഭാഷകൾ, ഇന്ത്യയിലുള്ള വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ, മറ്റ് പല സംസ്ഥാനങ്ങളിലും ഭാഷകളിൽ ലിപികളില്ല, അവർ സംസാരിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഈ ഭാഷകളിലൊക്കെ നമുക്ക് ബൈബിള് ഈ ആപ്പ് വഴി റെക്കോർഡ് ചെയ്ത് ഓഡിയോ ആയിട്ട് എത്തിക്കുവാനും അവർക്ക് ബൈബിൾ കേൾക്കുവാനും അങ്ങനെ വിശ്വാസത്തിൽ അവർക്ക് വളരുവാനുമായിട്ട് ഈശോയെ സ്നേഹിച്ച് സഭയോടൊത്ത് വളരുവാനായിട്ട് അവർക്ക് സാധിക്കും. അവൻ ചെറുപ്പം മുതലേ ബൈബിൾ വായിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ എന്നോട് ചോദിക്കുമായിരുന്നു എന്ത് ചെയ്താലാണ് എനിക്കൊരു ശുശ്രൂഷയാകാൻ പറ്റുക, മദ്ബഹയിൽ കയറാൻ പറ്റുക എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു നന്നായിട്ട് ബൈബിൾ വായിക്കുക, ബൈബിൾ വായിച്ചാൽ കയറാൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പോൾ ഗോഡ് ഫാദർ ഉണ്ട്, അങ്കിൾ മരിച്ചുപോയി. അപ്പോൾ അങ്കിൾ നേരത്തെ പറഞ്ഞിരുന്നു എനിക്ക് നിന്നെ ഒരു ശുശ്രൂഷയായിട്ട് കാണണമെന്ന്. മരിക്കുന്നതിൻ്റെ ഒരു 2 ദിവസം മുന്നേ വരെ അങ്കിൾ വീഡിയോ കോൾ ഇങ്ങനെ പറഞ്ഞിരുന്നു. അപ്പോൾ അത് സ്റ്റീവ് ജീവിതത്തിൽ ഒരു അനുഭവമാക്കി എടുത്തു. അപ്പം എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ ബൈബിൾ വായിക്കുകയും വചനപ്പെട്ടി എടുത്ത് ഒരു വചനമെങ്കിലും എല്ലാ ദിവസവും വായിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ കൂടുതൽ അനുഭവമായി. ഈ കഴിഞ്ഞ 2 ഞായറാഴ്ച മുന്നേ ബദ്ബഹയിൽ കയറി ബൈബിൾ വായിക്കാനും പറ്റിയിട്ടുണ്ട്. ബൈബിൾ വായിക്കുന്നത് ഇഷ്ടമാണോ? അത് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വചനം പറയാമോ? എൻ്റെ പിതാവിൻ്റെ ആലയം നിങ്ങൾ കച്ചവട സ്ഥലമാക്കരുത്, യോഹന്നാൻ 2:16. അപ്പോൾ ബൈബിൾ വായിക്കാൻ അവൻ ഒത്തിരി ഇഷ്ടമാണ്. അപ്പം ഈ ഒരു ബൈബിൾ ആപ്പ് എങ്ങനെ യൂസ് ചെയ്യുന്നത്? ഫോൺ ഉപയോഗിച്ച് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, അതനുസരിച്ച് അവൻ തന്നെ ചെയ്യും. പിന്നെ കേൾക്കുന്ന വചനം ഇടയ്ക്കിടെ പറഞ്ഞു നോക്കാനും ഒക്കെ ശ്രമിക്കുന്നുണ്ട്. കൂട്ടുകാരൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാറുണ്ടോ ദൈവവചനമൊക്കെ? ഇടയ്ക്കൊക്കെ ഷെയർ ചെയ്യാം. എങ്ങനെ വായിക്കുന്ന ഇഷ്ടം? നമ്മൾ ഓഡിയോ കേൾക്കുവാണോ അതോ വായിക്കുവാണോ ചെയ്യാറ്? വായിക്കുന്നത്. 8ാം ക്ലാസ്സിലെ മതാധ്യാപകനായ ലൂയിസ് സാറാണ് ഇപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത്. സാറ്, നമ്മളിപ്പോൾ ഒരു ആപ്പ് ഇവിടെയുള്ള എല്ലാ കുട്ടികളും മാസങ്ങളായിട്ട് ഉപയോഗിച്ച് വരികയാണ്. കുട്ടികൾ എന്ത് മാറ്റമാണ് കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ? നേരത്തെയൊക്കെ ആണെങ്കിൽ കുട്ടികൾ അവർ ബൈബിൾ വായിക്കുന്നതിന് ഒരു പ്രത്യേക ഒരു ശീലം ഉണ്ടായിരുന്നില്ല, അതുപോലെ തന്നെ ഒരു കണ്ടിന്യൂറ്റി ഇല്ല. പക്ഷേ ഇപ്പം നമ്മൾ ഈ ആപ്പിനെ കുറിച്ച് അറിഞ്ഞു, കുട്ടികളോട് നമ്മൾ സംസാരിച്ചു, പേരൻസിനോട് സംസാരിച്ചു, അത് കുട്ടികൾക്ക് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്തപ്പം അവർ കൃത്യമായിട്ട് ഓരോ ദിവസവും ഓരോ അധ്യായം വെച്ച് കൃത്യമായിട്ട് വായിച്ചു പോരുന്നു. അതിൻ്റേതായ മാറ്റം ആ കുട്ടികളെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഈ ബൈബിൾ ആപ്പ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ 2-3 വർഷമായിട്ട് ഇങ്ങനെ വികാരിച്ചം പറയുന്നുണ്ടായിരുന്നു. നമുക്ക് ഈ കുട്ടികളുടെ ഇടയിൽ ബൈബിൾ വായന പ്രോത്സാഹിപ്പിക്കണം, അല്ലെങ്കിൽ 1 വർഷം കൊണ്ട് ബൈബിൾ തീരുന്ന രീതിയിലുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യണമെന്ന്. പക്ഷേ നമ്മൾ പല രീതിയിലുള്ള നമ്മൾ സാധാരണ ചെയ്യുന്ന ഈ പ്രിൻ്റഡ് ആയിട്ടുള്ള ഡോക്യുമെൻ്റ് അങ്ങനെയൊക്കെ ഞങ്ങളത് പരീക്ഷിച്ച് നോക്കി. പക്ഷേ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റിയില്ല. കാരണം അതിന് പ്രാക്ടിക്കലായിട്ടുള്ള പ്രശ്നമുണ്ട്. ഈ പറഞ്ഞ പോലെ അവർ കൃത്യമായിട്ട് വായിക്കുന്നുണ്ടോ നമുക്കറിയാം, മറ്റു വഴികളൊന്നുമില്ല. അങ്ങനെ ഉള്ളപ്പോഴാണ് ഈ ബൈബിൾ ഓൺ ആപ്ലിക്കേഷനെ പറ്റി അറിയുന്നതും
നമ്മുടെ ഇടവകയിൽ അത് ഇംപ്ലിമെൻ്റ് ചെയ്യാണ്ട് വികാരിച്ചൻ അത് താല്പര്യമെടുക്കുകയും അതിൻ്റെ പിന്നിൽ എല്ലാ അധ്യാപകരുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തു നടപ്പിൽ വരുത്തി. അപ്പോൾ തീർച്ചയായിട്ടും ഈ വചനമെന്ന് പറഞ്ഞാൽ നമുക്കറിയാം, വചനം ഇരുട്ടിനെ അകറ്റുന്ന പ്രകാശമാണ്. അപ്പം വചനം ജീവനുള്ളതാണ്. നമുക്ക് ഈ നമ്മുടെ തന്നെ അറിയാം, ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ കുഞ്ഞുങ്ങളെ പറ്റി പറയുന്നത് ഒരു വഴിതെറ്റി പോകുന്നു, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ നിന്ന് ഈശോയ്ക്കുള്ള പ്രാധാന്യം കുറയുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പരിതപിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. പക്ഷേ നമ്മൾ കൊടുക്കാൻ പറ്റുന്നത് ഈ വചനം കൊടുക്കുക എന്നുള്ളതാണ്. നമ്മുടെ 2 പാരമ്പര്യങ്ങളെപ്പറ്റി പറയുന്നതിനകത്ത് എഴുതപ്പെട്ട വിശുദ്ധ പാരമ്പര്യമാണ് വചനം. അപ്പോൾ ഈ വചനം ഏത് വിധത്തിലും കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ എത്തിച്ചേർന്നാൽ ആ വചനം അവരെ രൂപാന്തരപ്പെടുത്തും. അപ്പോൾ നമുക്ക് മതാധ്യാപകരെന്ന നിലയിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വളരെ ഈസി ആയിട്ട് ഈ കുഞ്ഞുങ്ങളെ ഈ വചനം വായിക്കുന്നുണ്ടെന്ന് മോണിറ്റർ ചെയ്യാൻ പറ്റുന്നുണ്ട്. രണ്ടാമത് അവർക്ക് വായിക്കാത്തവരെ നമ്മൾ എല്ലാ ദിവസവും ഫോളോ അപ്പ് ചെയ്യാനായിട്ട് മെസ്സേജുകൾ അയക്കുക, ആ സ്ക്രീൻഷോട്ട് എടുത്ത് അവർക്ക് പേഴ്സണലായിട്ട് അയച്ചു കൊടുക്കുക. ഓരോ ഞായറാഴ്ച ക്ലാസ്സിൽ വരുമ്പോഴും മൊബൈലിനകത്ത് തന്നെ ഓപ്പൺ ചെയ്ത് പേര് വായിച്ചിട്ട് എന്ത് വായിക്കാത്തതെന്ന് ക്ലാസ്സിൽ തന്നെ ചോദിക്കും. ഈ ഇടവക വികാരിയായിട്ടുള്ള വർഗീസ് പരിന്തിരിക്കൽ അച്ഛനാണ് ഇപ്പം നമ്മളോടൊപ്പം ഉള്ളത്. അച്ഛൻ ഈശോമിശിഹായ്ക്ക് ഈ ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ വന്നതോടുകൂടി എല്ലാവർക്കും ഒരു ഉന്മേഷമാണ് കൂടുതൽ ദൈവത്തെ അറിയാനും ദൈവവചനം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുവാനും. ഇതിനെല്ലാം ഒരു ചുക്കാൻ പിടിച്ച ഇടവക വൈദികൻ എന്ന രീതിയിൽ അച്ഛന് കുട്ടികളോട് വന്നൊരു മാറ്റം എന്താണ്? ഈ ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ വന്നതിന് ശേഷം കുട്ടികൾക്ക് വന്നൊരു മാറ്റം എന്താണ്? നമ്മൾ ലോകം മാറിക്കൊണ്ടിരിക്കുക, മാറ്റങ്ങൾ പെട്ടെന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്, കാലങ്ങൾ മുന്നോട്ട് പോകുന്നതും. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമാണ് മൊബൈൽ എന്ന് പറയുന്നത്. നമുക്ക് പെട്ടെന്ന് മീഡിയയിലുണ്ടായ ഏറ്റവും വലിയ ഡെവലപ്മെൻറ്റാണ് മൊബൈൽ. മൊബൈൽ കുട്ടികൾ എപ്പോഴും ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ശരിക്കും അവരുടെ മൊബൈലിൽ തന്നെ ഒരു ബൈബിളുണ്ട് എന്ന് പറയുന്നതോ അതിനേക്കാളും വലിയൊരു എന്നാ പറയുക, വലിയൊരു ദൈവിക സാന്നിധ്യം നമുക്ക് പറയുന്നത്. അപ്പോൾ അത് എപ്പം വേണേലും ഉപയോഗിക്കാൻ പറ്റുമെന്ന് പറഞ്ഞാലോ, അപ്പോൾ അതൊരു ബ്ലെസ്സിങ് ആണ്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ഈ ഇടവക്കാരൻ തോമസ് ഫിലിപ്പാണ് ഇതിനു വേണ്ടി എല്ലാം പരിശ്രമിച്ച് പുള്ളി വളരെ സന്തോഷത്തോടെയാണ് ഈ കാര്യം പറഞ്ഞത്. അത് പുള്ളിയുടെ സ്വന്തം ഇടവകയിൽ തന്നെ അത് ആദ്യമായിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ സാധിച്ചു എന്ന് പറയുന്നത് തന്നെ ഒരു അനുഗ്രഹമാണ്. ഞാൻ പുള്ളിയെ പ്രത്യേകിച്ച് അനുമോദിക്കുകയും കൂടി ചെയ്യാണ്. അതുകൊണ്ട് പിള്ളേർക്ക് എപ്പോഴും ബൈബിള് എപ്പോഴും എന്നാ പറയുന്നത് കൃത്യം കയ്യിലുണ്ട്. അപ്പോൾ അവർ പരിശീലനം എന്ന് പറഞ്ഞാൽ എന്താ, നല്ല ശീലങ്ങൾ ജീവിതത്തിലേക്ക് കൊടുക്കുന്നതിനാണ് നമ്മൾ പരിശീലനം എന്ന് പറയുന്നത്. ചെറുപ്പത്തിലെ ശീലങ്ങൾ ഒരു മനുഷ്യൻ്റെ മരിക്കുന്നതും വരെയുള്ള കാലത്തേക്കാണ് നീണ്ടു നിൽക്കുന്നത്. അപ്പോൾ ചെറുപ്പത്തിലെ കുട്ടികളെ ബൈബിളും നല്ല കാര്യങ്ങളും പോസിറ്റീവായ കാര്യങ്ങളോട് അടുപ്പിച്ച് ചേർത്ത് വളർത്തിയാൽ അവരിലെ ചെറുപ്പത്തിൽ നടക്കേണ്ട വഴി കാണിച്ചാൽ വാർദ്ധക്യത്തിലും വഴിതെറ്റില്ല. അതാണ് ഏറ്റവും വലുത്. ചെറുപ്പത്തിലെ ദൈവം, വിശുദ്ധ ഗ്രന്ഥം, നല്ല കാര്യങ്ങളെ കുട്ടികളെ ചേർത്ത് പിടിക്കാൻ സാധിക്കുന്നതാണ് ഈ ആപ്പിൻ്റെ ഏറ്റവും വലിയൊരു പ്രയോജനം എന്ന് പറയുന്നത്. സെൻറ്റ് ഡൊമിനിക്സ് കത്തീഡ്രൽ ദേവാലയത്തിലെ കൊച്ചച്ഛനാണ് ഇപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത്. അച്ഛാ, കുട്ടികളോട് ഏറ്റവും കൂടുതൽ ചേർന്ന് നിൽക്കുന്നത് കൊച്ചച്ഛന്മാരാണ് ഇടവകയിലെ. അപ്പോൾ കുട്ടികളുടെ ഈ ഒരു ഫോർമേഷന്, ദൈവവചനം അറിയുന്നതിന് വേണ്ടിയുള്ള ഒരു ഫോർമേഷനിൽ എത്രത്തോളം ഈ ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ പ്രാധാന്യം വഹിച്ചിട്ടുണ്ട്? വിശ്വാസ ജീവിത പരിശീലനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമാണ് ദൈവത്തിൻ്റെ വചനം കുഞ്ഞുങ്ങളുടെ ഹൃദയത്തിലേക്ക് പകർന്നു കൊടുക്കുക എന്നുള്ളത്. ഇന്നത്തെ കാലഘട്ടത്തിൽ അതിന് ഏറ്റവും സഹായകരമായ ഒരു ആപ്ലിക്കേഷനായിട്ട് ഈ ബൈബിൾ ഓൺ ആപ്പിനെ കുറിച്ച് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം കൃത്യമായ ബൈബിൾ റീഡിംഗ് പ്ലാനും അതോടൊപ്പം തന്നെ ഇപ്പം വായിക്കുന്ന കുട്ടികളെ തിരിച്ചറിയാനും വായിക്കാത്ത കുട്ടികളെ ഓർമ്മിപ്പിക്കാനുമുള്ള സാധ്യതകളൊക്കെ ഈ ആപ്ലിക്കേഷനിലുണ്ട്. വചനം വായിക്കുന്നത് വഴി വളരെ നല്ലൊരു മാറ്റം കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ കാണാനായിട്ടൊക്കെ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മറ്റിടവകളിലേക്കും ഈ ആപ്ലിക്കേഷൻ വ്യാപിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. അച്ഛാ, ഈശോമിശിഹായ്ക്ക് ഈ ഒരു ബൈബിൾ ഓൺ ആപ്പ് വന്നതോടുകൂടി കുഞ്ഞു കുട്ടികളിൽ തുടങ്ങി വലിയ കുട്ടികളിൽ വരെ ഇതൊരു സ്വാധീനം ചെലുത്താൻ കാരണമായിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് ഈ കുഞ്ഞു കുട്ടികളിൽ ബൈബിൾ വായിക്കാൻ അറിയുന്നതിന് മുമ്പേ എങ്ങനെയാണ് അവർ ബൈബിൾ പഠിച്ചു തുടങ്ങുന്നത് ഈ ഒരു മൊബൈൽ ആപ്ലിക്കേഷനിലൂടെ? നമുക്കറിയാം, ഈ ഒരു കാലഘട്ടത്തിൽ കുട്ടികൾക്കെല്ലാവർക്കും, മുതിർന്നവർക്ക് പ്രത്യേകിച്ച്, അവരുടെ ഉള്ളിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ടൊരു ബോധ്യം ഇങ്ങനെ ഗാഡ്ജറ്റ്സുകളൊക്കെ ഉപയോഗിക്കുമ്പം അപ്പോൾ അതിനെക്കുറിച്ച് അറിവുള്ളവരാണ്, പ്രത്യേകിച്ച് കുട്ടികൾ. മുതിർന്നവർ തീർച്ചയായിട്ടും. നമ്മുടെ കുട്ടികളിലേക്ക് ബൈബിൾ ഓൺ എന്ന് പറഞ്ഞ ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പം നമുക്കറിയാം, ഈ ബൈബിൾ ഓണിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് അതിൽ നമുക്ക് ഓഡിയോ ഹിയർ ചെയ്ത് നമുക്ക് ബൈബിള് മനസ്സിലാക്കാൻ സാധിക്കുന്നുള്ളത്. പ്രത്യേകിച്ച് ഒരു പക്ഷേ വായിച്ച് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ഫീച്ചർ എന്ന് പറയുന്നത് ഈ ഓഡിയോ ഹിയർ ചെയ്യുക എന്നുള്ളതാണ്. നമുക്കറിയാം, കുട്ടികൾ ഈ കാലഘട്ടത്തിൽ കേട്ട് പഠിക്കുന്നുണ്ട്, കണ്ടു പഠിക്കുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്. ഈ മനസ്സിലാക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു ഭാഗം ഇങ്ങനെ കേട്ട് പഠിക്കുക എന്നുള്ളതാണ്. അപ്പം ഇങ്ങനെ ഈ ഓഡിയോ ബൈബിളായിട്ട് അവർക്ക് നൽകപ്പെടുമ്പം, ഈ പ്രത്യേകിച്ച് ഈ ബൈബിൾ ആപ്പിലൂടെ ആ ഫീച്ചർ അവർക്ക് ഉള്ളത് കൊണ്ട് തന്നെ വളരെ പ്രത്യേകമായിട്ട് വളരെ പെട്ടെന്ന് തന്നെ ഈ കാര്യങ്ങൾ ഗ്രഹിക്കാനും, പ്രത്യേകിച്ച് നമുക്കറിയാം ബൈബിൾ നമ്മൾ വായിക്കുമ്പം, പ്രത്യേകിച്ച് പഴയ നിയമത്തിൽ നിന്നൊക്കെ വരുമ്പം നമുക്കറിയാം വാക്കുകളുടെ ഒരു
നല്ല ഒഴുക്ക് ബൈബിളിൽ നമുക്കുണ്ട്. അപ്പോൾ ഈ വാക്കുകൾ ചിലപ്പം നല്ല കട്ടിയുള്ള വാക്കുകളായിരിക്കാം. പക്ഷേ ഇത് കേട്ട് കേട്ട് അവർ മനസ്സിലാക്കുമ്പം അതിനെക്കുറിച്ച് അവർക്ക് മനസ്സിലാക്കാനുള്ള ഏറെ ഒരു നല്ല സാധ്യത ഈ ബൈബിൾ ഓൺ ആപ്ലിക്കേഷൻ്റെ ഈ ഹിയറിംഗ് ഫീച്ചർ അവർക്ക് നൽകുന്നുണ്ട്.